ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് ചോറിന് കൂട്ടാവുന്ന ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാവേ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഇത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇത് മുരിങ്ങയിലയാണ്. ഇതുപോലൊരു കപ്പിന് 1 കപ്പ് മുരിങ്ങയില എടുക്കണേ. ഈ മുരിങ്ങയില നന്നായിട്ട് വാഷ് ചെയ്തേക്കണം. നന്നായിട്ട് 2-3 പ്രാവശ്യം വാഷ് ചെയ്തേ എടുക്കാവുള്ളൂ കേട്ടോ. അതിനകത്ത് ചെറിയ പ്രാണികൾ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം കളയണം. പിന്നെ ഇതിലേക്ക് വേണ്ടത്, ആവശ്യത്തിന് നമുക്ക് തേങ്ങ എടുക്കണം. 2 പച്ചമുളക്, ഒഴിച്ചുകറിയല്ലേ, ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ലേ. അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം, തോരനൊക്കെ അരയ്ക്കത്തില്ലേ അതുപോലത്തെ ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കണേ. നല്ല പോലെ അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇത് നമ്മൾ കടുക് പൊട്ടിച്ച് അങ്ങ് എടുക്കുന്നത് ഈ ഒഴിച്ചുകറി. ഇതിനധികം വേവും ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ ആദ്യമേ അങ്ങ് കടുക് പൊട്ടിക്കുവേ. കറിവേപ്പില ഇട്ട് കൊടുക്കും. ഒരു ലൈറ്റ് ബ്രൗൺ കളറായില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കണേ. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അതാണ് ഈ പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ. നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഇടാനേ. ഈ വെളിച്ചെണ്ണ കിടന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകണം. മുരിങ്ങയിലേക്ക് ഒരു ചെറിയ വേറൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇതൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേന് അതൊക്കെ അങ്ങ് മാറുവേ. ഇത് മതി, ഇത്രയും നേരം മതി. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പങ്ങ് ചേർത്ത് കൊടുക്കണം. സിമ്മിലാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. ഫ്ലെയിം സിമ്മിലായിരിക്കണേ ഇലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ. അല്ലാതെ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും അത് വഴറ്റുമ്പോൾ ഒന്ന് സിമ്മിലാക്കി കൊടുത്തേക്കണം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒഴിച്ചുകറിയാണ് ഇത് കേട്ടോ. അതുപോലെ തന്നെ വളരെ പോഷക സമ്പൂർണമായിട്ടുള്ള ഒരു ഇലക്കറിയാണ് ഈ മുരിങ്ങയില. വൈറ്റമിൻ എയും ഫൈബറും എല്ലാം ഉണ്ട് കേട്ടോ. ബ്ലഡൊക്കെ കുറവുള്ളവർക്ക് എപ്പോഴും ഭയങ്കര നല്ലതാണ് ഈ മുരിങ്ങയില. മുരിങ്ങയില തന്നെ ഇട്ട് തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റിന് വെച്ചിട്ട് ഒരു വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, അതിനകത്ത് വേറെ കുറച്ച് പയറോ പരിപ്പോ ഒക്കെ കൂടെ ചേർത്ത് ആ തോരനുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഒഴിച്ചുകറി വെച്ചാലും നല്ലത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരുപാടങ്ങ് കുറുകാനും പാടില്ല, ഒരുപാടങ്ങ് നീണ്ട് വെള്ളം പോലെ ഇരിക്കാനും പറ്റത്തില്ല കേട്ടോ. ഒരു മീഡിയം രീതിയിൽ വേണം ഇതിൻ്റെ ആ ഗ്രേവി ഇരിക്കാൻ. ഉണ്ടോ, ഇതുപോലെ മതി. ഇതൊരുപാട് കുക്ക് ചെയ്യാനൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട്, നമ്മളിപ്പോൾ മോരൊക്കെ കാച്ചുമ്പം നല്ല പോലെ ആ ഒരു ആവി വരത്തില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്ക് എടുത്താൽ മതി. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ. ഇത് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. പക്ഷേ ഈ മുരിങ്ങയില ഭയങ്കര പോഷകങ്ങളൊക്കെ ഉള്ള കാരണം നമ്മുടെ ശരീരത്തിന് അതൊക്കെ വളരെ നല്ലതാണ്. ഉപ്പൊക്കെ നോക്കിക്കോണം. നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയായത് കേട്ടോ. നല്ല കളർഫുള്ളും അല്ലേ. ആ യെല്ലോയ്ക്കകത്ത് ആ ഗ്രീനും ആ മുളകിൻ്റെ ആ റെഡും എല്ലാം കൂടെ വരുമ്പോഴേ കാണാനും നല്ല ഭംഗിയാണ്. ഇത് തിളക്കരുത്, നമ്മളിങ്ങനെ ഇളക്കി ഒന്ന് കൊടുത്തുകൊണ്ടിരിക്കണേ. നന്നായിട്ട് നമ്മളിപ്പോൾ മോരൊക്കെ ഉണ്ടാക്കത്തില്ലേ, പുളിശ്ശേരി മോരൊക്കെ, അപ്പോൾ അതും നമ്മൾ തിളയ്ക്കാതെ എടുക്കുന്നത്. നല്ല പോലെ ആവി വന്ന് ആ ഒരു അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി.
ഇതൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറികളാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന കുറേ കറികളുണ്ട്, അത് ഞാൻ ഇടയ്ക്ക് ഓരോന്ന് ഇടുന്നുണ്ട്. സ്പെഷ്യൽ ബീഫ് ഫ്രൈ എന്നും പറഞ്ഞുകൊണ്ട് ഒരെണ്ണം ഇട്ടില്ലേ, അതൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ആവി അങ്ങ് വന്നത് കഴിഞ്ഞാൽ കറി അങ്ങ് നമുക്ക് ഫ്ലെയിം അങ്ങ് നിർത്തിയേക്കണേ. ആവി വല്ലാതെ നന്നായിട്ട് ആവി വന്നില്ലേലും ആ ഒരു തേങ്ങയുടെയൊക്കെ ഒരു പച്ച ചുവയുണ്ടല്ലോ, അത് വരും. അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്, കാണാമല്ലോ. അപ്പം നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയാൽ മതി. സൂപ്പർ ടേസ്റ്റിലുള്ള മുരിങ്ങയില ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ വളരെ നല്ലൊരു കറിയാണ്. ഇതിൻ്റെ കൂടെ ചേരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ മെഴുക്കുവരട്ടികളും ചേരും. പിന്നെ നല്ല മീനൊക്കെ മുളകിട്ടത്, ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, കൂന്തൽ റോസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ കറികളും ഈ ഒരു ഒഴിച്ചുകറിയുടെ കൂടെ പോയിക്കോളുവേ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു ഇലക്കറിയാണ് മുരിങ്ങയില. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് കഴിച്ചാൽ ഈ ബ്ലഡൊക്കെ കുറവുള്ളവർക്കും ഷുഗർ ഉള്ളവർക്ക് അവർക്കെല്ലാം വളരെ നല്ലത്. ഇതിനകത്ത് നല്ല ഫൈബർ കണ്ടൻ്റ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിക്കുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.